ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മുടെ നാട്ടില് എല്ലായിടത്തും ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്ത്, നല്ല ഇടിയും കാറ്റും മഴയൊക്കെ പെയ്തു. ഇപ്പൊ മഴയൊക്കെ തോർന്നതിന് ശേഷം ആകാശമൊക്കെ നല്ല തെളിഞ്ഞു വന്നു. നല്ല തണുപ്പ്, നല്ല കുളിര്, നല്ല ചെറിയ കാറ്റ് ഒക്കെ ഉണ്ട് അല്ലെ? ചില ആളുകൾ ഇങ്ങനെയാ, അവരുടെ മനസ്സ് മേഘാവൃതമായതുപോലെ മൂടിക്കെട്ടി പ്രയാസങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടി ഇങ്ങനെ നടക്കുക. എവിടെയെങ്കിലും വെച്ച് ഒരു പഴയകാല സുഹൃത്തിനെയോ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാള് എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മനസ്സൊക്കെ ഇതുപോലെ പെയ്തിറങ്ങും. ഇടിയും മഴയും കാറ്റും കോളുകളും മനസ്സിൽ നിന്ന് അങ്ങനെ പെയ്തങ്ങ് പോകും. എന്നിട്ട് അയാൾ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി ഇങ്ങനെ ഇരിക്കും അല്ലെ? എല്ലാ വ്യക്തികളും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിന് വിഭിന്നമായി ചില വ്യക്തികളുണ്ട്. എത്ര തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അത് മനസ്സിനകത്ത് ഇങ്ങനെ ഒതുക്കി പിടിച്ച് ജീവിക്കുന്നവർ. എന്റെ വിഷമങ്ങൾ കാരണം മറ്റുള്ളവർ സങ്കടപ്പെടരുത്, എന്റെ പ്രയാസങ്ങൾ മറ്റുള്ളവർ അറിയരുത്, എന്റെ സാമ്പത്തികമായ കഷ്ടപ്പാടുകൾ എല്ലാം എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം എന്ന് കരുതി ജീവിക്കുന്ന കുറെ ആളുകൾ. അത്തരം ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഈ ചെറിയ കാലയളവിനിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സ നൽകിയിട്ടുള്ളത് മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്. എത്രയൊന്നും കണക്കൊന്നുമില്ല എന്റെ കയ്യിൽ. അത്ര അനേകം ആളുകൾക്ക് ഞാൻ ഈ ചെന്നിക്കുത്ത് അഥവാ മൈഗ്രെയിൻ എന്ന അസുഖത്തിന് വേണ്ടി ചികിത്സ നടത്തിയിട്ടുണ്ട്. ഈ ആളുകളുമായിട്ടൊക്കെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിൽ അവർ കടന്ന വഴികളിൽ കല്ലും മുള്ളും നിറഞ്ഞത് എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ക്രിട്ടിസൈസ് ചെയ്തായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അത്തരം ആളുകള് എന്റെ ന്യൂനതകൾ മറ്റുള്ളവർ അറിയരുതേ എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്റെ വിഷമങ്ങൾ മറ്റുള്ളവർ അറിയരുത് എന്നുള്ളത് കൊണ്ടോ അത് ഹൈഡ് ചെയ്ത് വെക്കും. പിന്നെ മനസ്സിനൊരു സ്വഭാവമുണ്ട്. നമുക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഡീപ്പായിട്ട് നമ്മളെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന പോയില്ല. അത് അവിടെ കിടന്ന് ഓരോ ഇമോഷൻസിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് പല നല്ല കാര്യങ്ങൾക്കും നമുക്ക് കിട്ടേണ്ടിയിരുന്ന പല ചാൻസുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാൻ വരെ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ. പിന്നെ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, ലൈഫിലൊരു മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മുടെ ലൈഫിനെ പിന്നോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്. ഇത്തരം ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് കണ്ടുവരുന്നത്. ഇതിന്റെ പ്രധാന കാരണം മനസ്സ് തന്നെയാണ്. ഇത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. എങ്ങനത്തെ ആളുകൾ എന്നുള്ളത് അവിടെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഈ ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി, ഗ്രീഫ് പോലുള്ള സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ജീവിതത്തെ വളരെ പുറകോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകാൻ കാരണക്കാരനായിരിക്കുന്ന സംഭവങ്ങളാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല ഒരിക്കലും എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല എന്ന് പറയും. അല്ലെങ്കിൽ കപ്പിൾസായിട്ട് വരുമ്പോ ഹസ്ബൻഡ് പറയും, അവൾക്കെന്തിനാ ബുദ്ധിമുട്ട്, അവളെന്തിനാ കഷ്ടപ്പെടുന്നു, ഹസ്ബൻഡായിരിക്കും വൈഫിന്റെ കാര്യങ്ങൾ പറയുന്നത്, അതല്ലെങ്കിൽ വൈഫായിരിക്കും ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു രോമം നമ്മുടെ മുഖത്ത് നിറച്ചാൽ പോലും നമുക്കതൊരു ടെൻഷനാണ്. അല്ലെങ്കിൽ തലയിലെ മുടി അല്പം അധികം കൊഴിഞ്ഞു പോയാൽ
നമുക്ക് ടെൻഷനാണ്. അതല്ലെങ്കിൽ ഒരാൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോയി തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആളെ മൈൻഡ് ചെയ്തു, അതും ടെൻഷനാണ്. ഇങ്ങനെ ഓരോ കാരണങ്ങൾ. ടെൻഷൻ എന്നുള്ളതിന്റെ നിർവചനം പറയുമ്പോൾ അത് വളരെ വലുതാണ്. അതിനകത്ത് മുന്നിൽ ഉദ്ദേശിച്ചതുപോലെ ഒരു കാര്യം മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതും മൈഗ്രെയിൻ എന്ന അസുഖം മാറ്റിക്കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ മാക്സിമം ഷെയർ ചെയ്യുക. എനിക്ക് അറിയാവുന്ന നല്ല നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും കഴിയുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ നന്ദി.